നമസ്കാരം, ജീവധാരയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം കർക്കിടക മാസത്തിൽ പാലിക്കേണ്ട ആഹാരത്തിലെ ചിട്ടകളെക്കുറിച്ചാണ്. ആയുർവേദ ചികിത്സയിൽ രോഗചികിത്സ എന്നതുപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് ആരോഗ്യ സംരക്ഷണവും. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ വേണ്ട വിധമുള്ള ആഹാരവും വിഹാരവും നേരാവണ്ണം നോക്കിക്കണ്ടാൽ നമുക്ക് ആരോഗ്യം പരിപാലിക്കുവാൻ കഴിയും. കാലാർത്ഥ കർമ്മണാം യോഗോ ഹീനമിഥ്യാദി മാത്രകം എന്നാണ് ആയുർവേദത്തിൽ രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാരണങ്ങളെപ്പറ്റി പറയുന്നത്. കാലം എന്ന് വെച്ചാൽ ശീത ഉഷ്ണ വർഷാദി, അതായത് തണുപ്പ് കാലവും ചൂടുകാലവും മഴക്കാലവും. അങ്ങനെ കാലം, അർത്ഥം എന്നാൽ നമ്മുടെ സെൻസറി ഫാക്ടേഴ്സ്, അതായത് നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഹീനമിഥ്യാദി യോഗങ്ങൾ. അടുത്തത് കർമ്മം എന്നാൽ കായികമായും വാചികമായും മാനസികമായുമായുള്ള കർമ്മങ്ങൾ. ഇതിൻ്റെ ഹീനമിഥ്യ അതിയോഗങ്ങളാണ് രോഗത്തിന് കാരണമെന്നും ഇതിൻ്റെ സമ്യക് എന്ന് വെച്ചാൽ വേണ്ടവണ്ണം നേരാവണ്ണം ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ ആരോഗ്യമെന്നും പറയുന്നു. ഇവിടെ നമ്മൾ പ്രതിപാദിക്കുവാൻ പോകുന്നത് കർക്കിടക കാലത്ത്, അതായത് നമ്മളുടെ ആയുർവേദത്തിൻ്റെ കാലഘടന അനുസരിച്ച് നമ്മൾ വർഷ ഋതുവിലാണ് കർക്കിടക മാസം വരുന്നത്. അതായത് ഗ്രീഷ്മകാലം എന്ന് വെച്ചാൽ ചൂടുകാലം കഴിഞ്ഞു വരുന്ന ഋതുവാണ് വർഷ ഋതു. വർഷ ഋതുവിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി തന്നെ നമ്മളുടെ ആഹാരചര്യകളും നമ്മൾ നിഷ്കർഷിക്കേണ്ടതുണ്ട്. ആയുർവേദത്തിൽ 12 മാസങ്ങളെ നമ്മൾ 6 ഋതുക്കളായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ തന്നെ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ ഗ്രീഷ്മ ഋതു എന്ന് വെച്ചാൽ ചൂടുകാലം കഴിഞ്ഞു വരുന്ന ഋതുവാണ് വർഷ ഋതു. വർഷ ഋതുവിലാണ് നമ്മുടെ കർക്കിടക മാസം വരുന്നത്. വർഷ ഋതുവിൽ നമ്മൾ പാലിക്കേണ്ട ആഹാര ചിട്ടകളെ പറ്റിയാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ഗ്രീഷ്മ ഋതുവിൽ കോപിക്കുന്ന വായു ഉഷ്ണത്തിൻ്റെ ആധിക്യം നിമിത്തം അധികം കോപിക്കുന്നില്ല. എന്നാൽ വർഷ ഋതുവിൽ ഉണ്ടാകുന്ന മഴയുടെയും കാറ്റിൻ്റെയും തണുപ്പ് നിമിത്തം അവ കൂടുതലായിട്ട് കോപിക്കുന്നു. ഇങ്ങനെ കർക്കിടക മാസം വാതത്തിൻ്റെയും പിത്തത്തിൻ്റെയും പോലെ തന്നെ കഫവും കോപിക്കുന്നുണ്ട്. അതായത് മഴ പെയ്യുന്നതിനാൽ നദിയിലെ ജലങ്ങളെല്ലാം മലിനമാവുകയും അതുകൊണ്ട് ആ മലിനജലം കുടിച്ചാലുണ്ടാകുന്ന കഫം കോപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാതവും പിത്തവും കഫവും ഒരേ രീതിയിൽ കോപിക്കുകയും ദോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രതിപാദിക്കുവാൻ പോകുന്നത് ഈ അവസ്ഥയെ മറികടക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആയുർവേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. 3 ദോഷങ്ങൾക്ക് വൈഷമ്യത്തെ ഉണ്ടാക്കാത്തതും അഗ്നിയെ വർദ്ധിപ്പിക്കുന്നതുമായ ആഹാരവിഹാരങ്ങളാണ് നമ്മൾ ഇവിടെ അനുവർത്തിക്കേണ്ടത്. അതായത് അഗ്നിദുഷ്ടി ഉണ്ടാക്കാത്തത്, നമ്മുടെ ശരീരത്തിലെ അഗ്നിക്ക് ദോഷമൊന്നും സംഭവിക്കാത്ത ആഹാരങ്ങൾ കഴിക്കുകയും അതുവഴി നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയും അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ദുഷ്ടിയെ കുറയ്ക്കുകയും ചെയ്യുന്ന ആഹാരവിഹാരങ്ങൾ അനുവർത്തിക്കണം. നമ്മൾ സാധാരണയായിട്ട് ജലം മലിനജലമാണെന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിച്ചിരുന്നു. അതായത് മലിനജലം നന്നായി കാച്ചി കുറുക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ അഗ്നിയെ വർദ്ധിപ്പിക്കുന്ന ആഹാര സാധനങ്ങളും ആമത്തെ പചിപ്പിക്കുന്നതുമായ ആഹാര സാധനങ്ങളാണ് നമ്മൾ ഇവിടെ അനുവർത്തിക്കേണ്ടത്. ഉദാഹരണത്തിന് പഞ്ചകോലം ചേർത്ത തൈർ വെള്ളം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പഞ്ചകോലം എന്നാൽ പിപ്പലി മൂലം ചവ്യ ചിത്ര നാഗരം, അതായത് ചുക്ക്, നമ്മുടെ തിപ്പലിയുടെ മൂലം ഇവയെല്ലാം ചേർത്തിട്ടുള്ള ആഹാരമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. അധികം ഉപ്പും പുളിയും ചേർത്ത് നെയ്യും തേനും ഒക്കെ നന്നായിട്ടുള്ള ആഹാരം ഈ വർഷ ഋതുചര്യയിൽ നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലെ വിഹാരങ്ങളെ പറ്റിയും ആയുർവേദ ആചാര്യന്മാർ പറയുന്നുണ്ട്. കലങ്ങിക്കിടക്കുന്നത് കൊണ്ട് ആറ്റുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല എന്നും കിണറ്റിലെ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് കുടിക്കണമെന്നും അതുപോലെ തന്നെ പാദരക്ഷ ധരിച്ച് നടക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ അധികം തണുപ്പ് തട്ടാത്ത സ്ഥലങ്ങളിൽ വസിക്കണമെന്നും ആയുർവേദ ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നുണ്ട്. ഇങ്ങനെ വാതത്തിനും പിത്തത്തിനും കഫത്തിനും അധികം വൈഷമ്യം ഉണ്ടാക്കാത്ത ലഘു എന്ന് വെച്ചാൽ എത്രയും എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുവാനും ആയുർവേദ ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നു. കർക്കിടകത്തിൽ ആഹാരശീലങ്ങളെ പറ്റി പറഞ്ഞവയിൽ നമുക്ക് അനുവർത്തിക്കുവാൻ കഴിയുന്ന 3-4 കാര്യങ്ങൾ ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നുണ്ട്. അതായത് ഔഷധക്കഞ്ഞി, പത്തിലത്തോരൻ, മുക്കുടി, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ആഹാര വിഭവങ്ങൾ. നമുക്കിതിൽ എന്തും കൊണ്ടും പ്രയോജനപ്പെടുന്നത് ഔഷധക്കഞ്ഞിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതും എത്രയും പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങളൊന്നാണ് കഞ്ഞി. നമുക്ക് ഇനി ഇവിടെ ഔഷധക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. മുൻപ് നമ്മൾ പ്രതിപാദിച്ചതുപോലെ കർക്കിടക മാസത്തിലെ ആഹാരക്രമങ്ങളിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന ഔഷധക്കഞ്ഞിയാണ്. ഔഷധക്കഞ്ഞിയുടെ എങ്ങനെയാണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഇവിടെ പരിചയപ്പെടാം.
ആദ്യമായി ഔഷധ കഞ്ഞിക്ക് വേണ്ട ചേരുവകളെക്കുറിച്ച് നമ്മൾ പറയട്ടെ. ആദ്യം തന്നെ ഉണക്കലരി. എല്ലാവർക്കും നമ്മുടെ യാതൊരു രോഗമില്ലാത്തവരും ആരോഗ്യമുള്ളവരുമൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഉണക്കലരി കൊണ്ടുള്ള കഞ്ഞി. ഉണക്കലരി പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞവരയരി. ഞവരയരി ഷുഗർ പേഷ്യൻസിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഉണക്കലരിയാണ്. ഉണക്കലരിക്ക് പകരം ഞവരയരി ഇട്ടും നമുക്ക് കഞ്ഞി വയ്ക്കാം. അതുപോലെ ചിലയിടത്ത് നമ്മൾ ഉണക്കലരിയുടെ കൂടെ തന്നെ ചെറുപയറും കൂടി ചേർത്തിട്ട് കഞ്ഞി വയ്ക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ അത്യന്താപേക്ഷിതമായി ചേർക്കേണ്ട ഒന്നാണ് ആയാളി അല്ലെങ്കിൽ ആശാളി. ഇത് ഏറ്റവും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതും നമ്മളുടെ ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥയെ ക്രമപ്പെടുത്തുന്നതുമായ ഒരു ഔഷധമാണ് ആയാളി. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി നമുക്ക് ഉലുവ, ജീരകം, ചുക്കുപൊടി, കുരുമുളക് പൊടി, ഇന്ദുപ്പ് കിട്ടുന്നില്ലെങ്കിൽ സാധാരണ ഉപ്പ് രുചിക്ക് വേണ്ടി മാത്രം നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഓരോ വൈദ്യനും അവനവൻ്റെ യുക്തിക്കനുസരിച്ച് തൻ്റെ രോഗിക്ക് ഉതകുന്ന രീതിയിലുള്ള ഔഷധങ്ങളും പ്രതിപാദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഔഷധങ്ങളും നിഷ്കർഷിക്കാറുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം. ആദ്യമായി നമ്മൾ സാധാരണ മൺകലമാണ് ഏറ്റവും ഉപയോഗിക്കാവുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രായോഗികത കണക്കിലെടുത്ത് നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള സ്റ്റീൽ ചരുവത്തിലോ എന്തിൽ വേണമെങ്കിലും കഞ്ഞി വയ്ക്കാം. ആദ്യമായിട്ട് വെള്ളം, നമുക്ക് കഞ്ഞി ഒരാൾക്ക് ഒരു നേരത്തേക്കുള്ള കഞ്ഞിയുടെ അരിയുടെ അളവ് 80 ഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ആദ്യം വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി, നമ്മൾ ഉണക്കലരി ചെറുതായിട്ടൊന്ന്, ഒത്തിരി കഴുകേണ്ട കാര്യമില്ല, കുറച്ച് ചെറുതായിട്ടൊന്ന് കഴുകി അത് നമ്മൾ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ കഞ്ഞി കലത്തിലേക്ക് ഇടുക. കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടാം. 12 ഗ്രാം അരിയാണ് ഒരാൾക്ക് ഒരു നേരം വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ആയാളി നമ്മൾ കുതിർത്ത് വെക്കണം. നേരത്തെ ഈ കഞ്ഞി ഉണ്ടാക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് കുതിർക്കാൻ വെക്കുക. കുതിർത്ത ആയാളി ഈ കഞ്ഞിക്കകത്തേക്ക് ഇടുക. എന്നിട്ട് തിളയ്ക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യും. ഈ തിളയ്ക്കുന്നതിന് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. കഞ്ഞി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മരുന്നെല്ലാം കൂടി പൊടിച്ച് ചേർത്തിരിക്കുന്ന ഔഷധ ചൂർണ്ണമാണ്. ഇതിലൊരു 12 ഗ്രാമാണ്, ഒരു നേരത്തേക്ക് ഒരാൾക്ക് 12 ഗ്രാം ഔഷധ ചൂർണ്ണമാണ് കൊടുക്കേണ്ടത്. 12 ഗ്രാം ഔഷധ ചൂർണ്ണം ചേർത്തതിന് ശേഷം അതൊന്നും കൂടി ഇളക്കുക. നന്നായിട്ട് വെന്ത് വരണം. വെന്താൽ മാത്രമേ നമുക്ക് അത് ദഹിക്കാൻ എളുപ്പമാവുള്ളൂ. കഞ്ഞി തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന കഞ്ഞിയിലും ഈ പറഞ്ഞിരിക്കുന്ന ഔഷധങ്ങൾ ചേർത്തിട്ട് നമുക്ക് കഞ്ഞി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആയാളി നമുക്ക് നിത്യവും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ആയാളിയും ഇതുപോലെ തന്നെ കുതിർത്ത് നമ്മൾ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന കഞ്ഞിയുടെ കൂടെ ചേർത്തിട്ടും കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും നമ്മുടെ ശരീരത്തിൻ്റെ അഗ്നിയെ നോർമലൈസ് ചെയ്യാനും നല്ലതാണ്. ഇതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ചുമന്ന അരി, അതായത് 6 മാസം കുത്തരി ചുമന്ന അരി വെച്ചിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അതിനകത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചും ഉപ്പ് ചേർത്തിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ചിലർ പഞ്ചസാര ഇട്ട് കഴിക്കാറുണ്ട്. അങ്ങനെ നമ്മളുടെ രുചിഭേദത്തിനനുസരിച്ചും നമ്മൾ ഈ കഞ്ഞി കഴിക്കാറുണ്ട്. ഈ തെക്കോട്ടുള്ള ഭാഗങ്ങളിൽ, ഏകദേശം ഓണാട്ടുകര പ്രദേശത്തൊക്കെ കഞ്ഞിയും മുതിരയും ഏറ്റവും വിശിഷ്ട വിഭവമായി കരുതുന്നുണ്ട്. അവരുടെ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മിക്ക ദിവസങ്ങളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഞ്ഞിയും മുതിരയും വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് കഞ്ഞിയും മുതിരയും നമ്മുടെ ആ ഒരു കാലാവസ്ഥ, നമ്മുടെ ദേശത്തിനനുസരിച്ചും നമ്മൾ കഴിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും കഞ്ഞി ഏറ്റവും ലഘുവായതുകൊണ്ടും നമുക്ക് ദഹിക്കുവാൻ എളുപ്പമായതുകൊണ്ടും ശരീരത്തിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുവാനായിട്ടും നമ്മുടെ ആമപാചനം വേഗം നടക്കുവാനായിട്ടും ഉപയോഗിക്കുന്നതായതുകൊണ്ടും കഞ്ഞി എല്ലാവരും ഈ വർഷ ഋതുവിൽ കഞ്ഞിക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആയുർവേദം നിഷ്കർഷിക്കുന്നുണ്ട്. ഔഷധക്കഞ്ഞി പാകമായി വന്നു. നമ്മൾ മുമ്പ് ചേർത്ത അരിയും ആശാളിയും മരുന്ന് ദ്രവ്യങ്ങളും എല്ലാം കൂടി മിക്സായിട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിനിമം 7 ദിവസമെങ്കിലും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ചിലരൊക്കെ കർക്കിടകത്തിലെ എല്ലാ ദിവസവും ഇങ്ങനെ മരുന്ന് കഞ്ഞി സേവിക്കാറുണ്ട്. പഥ്യം നോക്കി കഴിച്ചാൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നോൺ വെജ് കഴിക്കുന്നവരൊക്കെ അത്താഴ സമയത്ത് നോൺ വെജ് കഴിക്കാതെ ഇത് മരുന്ന് കഞ്ഞി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലതാണ്. തീർച്ചയായും കൊച്ചു കുട്ടികൾക്ക് പോലും കഴിക്കാവുന്ന രീതിയിലാണ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ആ ആശാളിയുടെ ഗുണവുമൊക്കെ ഇതിനകത്ത് കിട്ടുന്നതാണ്. കഞ്ഞി റെഡിയായി. നമുക്കിത് പകരം കഞ്ഞി നമുക്ക് പല രീതിയിൽ കഞ്ഞിയുടെ കൂടെ നമുക്ക് അനുബന്ധമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാറുണ്ട്, ഉപ്പ് കഴിക്കാറുണ്ട്, പിന്നെ പഞ്ചസാര ചേർത്തിട്ട് കഴിക്കുന്നവരുണ്ട്, പിന്നെ അച്ചാർ കൂട്ടി കഴിക്കുന്നവരുണ്ട്. എങ്ങനെയും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.
ഇത് അയാളുടെയും മരുന്നിൻ്റെ അല്ല. മരുന്നിനകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചേരുവകളല്ലാതെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അത് ഓരോ ഇതിൻ്റെയും യുക്തി പോലെ. നമുക്ക് കുറച്ചൊക്കെ ഒരു രുചി ഒക്കെ കൂടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് കഞ്ഞി തയ്യാറാക്കാം.